നിങ്ങൾ തീരുമാനം ആവണ വരെ എന്ന സ്വാതി കൊണ്ട് പാടിപ്പിക്കാം. അതെ. Yes, സ്വാതി. ആ നിന്നനുരാഗമിതൻ സിരയിൽ സുഖഗന്ധമിഴും മതിരാസവമാ ഇളമാനിണ നിൻ കുളിർമാറിൽ സഖീ നിന്നനുരാഗമിതൻ സിരയിൽ സുഖഗന്ധമിഴും മതിരാസവമാ ഇളമാനിണ നിൻ കുളിർമാറിൽ സഖി തരളാർദ്രമിതാ തലചായ്ക്കുകയായി ഒരു സുന്ദരിയൻ മലർശൈതിൽ പവിഴം പോൽ പവിഴാധരം പോ പനിനീർ പൊന്മുകുളം പോ തുടുശോഭയിടും നിറമുന്തിരി മുഖസൗരഭമോ പകരുന്നു. വെറും ഒരു അഭിനേതാവ് മാത്രമല്ല പാട്ടുകാരനാണെന്ന് കൂടി തെളിയിച്ചു. സിനിമയിൽ ഏതെങ്കിലും നല്ലൊരു മെലഡി ഉണ്ടെങ്കിൽ അത് പാടായിരുന്നല്ലോ, നന്നായിട്ട് അതെ അതെ അതെ. സിനിമയിൽ പാടായിരുന്നു. അവരുടെ കൂടെ സ്വാതിക്ക് മാർക്കറ്റ് ഇട്ടോ. അതാണ് ഇതും ജോൺ സേട്ടന്റെ പാട്ടാണ്. ഇപ്പൊ നിങ്ങൾ പാടിയ പാട്ടും ജോൺ സേട്ടന്റെ പാട്ടാണ്. അതെ അതെ. അപ്പൊ ശരിക്കും ഈ പാട്ടുകൾക്കൊക്കെ ജോൺ സേട്ടനാണ് ഒരു നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് വന്ന എല്ലാരെയും കണ്ടോ? ഓ ഞാൻ കണ്ടു. ഹായ് ബേബി ജീൻ ചേട്ടനെ കണ്ടോ? ആ ഓക്കെ. നടുക്ക അല്ലേ? അല്ലല്ല, എന്റെ ഭാഗത്ത് തെറ്റത്. ബേബി ജിനെ വെറുതെ വിടാൻ പാടില്ല കേട്ടോ. ഇല്ല ഇല്ല. സ്വാതി ദാസ്, എനിക്ക് ഭരതനാട്യം അറിയാലേ? ആർക്കും എനിക്കോ അറിയൊന്നുമില്ല. കണ്ട അങ്ങനെ ഒരു ഫീലുണ്ട്. അറിയില്ല, നാട്യം അറിയാം. നാട്യം ഓക്കെ ഓക്കെ ഓക്കെ. അതാണ് നടൻ. അതാണ് നടന്റെ ശബ്ദം, അതാണ് നടന്റെ വാക്ക്, അതാണ് നടന്റെ. പക്ഷെ ചേട്ടൻ എല്ലാ മൂവീസിലും ഭയങ്കര വെറൈറ്റി അടിപൊളി ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇതിലും ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കും. പിന്നെ ഉറപ്പായിട്ടും ഇപ്പൊ ഭരതനാട്യത്തില് ചെയ്ത ക്യാരക്ടറിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. പക്ഷെ ആ ക്യാരക്ടറിന്റെ അതിലുള്ള ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്ന ദുരിതത്തിൽ അതിനേക്കാൾ ദുരിതത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് പടത്തിൽ പോകുന്നത്. അപ്പൊ അത് എന്തായാലും എല്ലാവർക്കും കണ്ടാൽ എന്തായാലും ഇഷ്ടമാവും. പക്ഷെ ഒരു കോമിക്കൽ ട്രെയിലാണ് അല്ലേ? അതെ അതെ, കോമഡിയാണ്. ചേട്ടൻ നേരത്തെ പറഞ്ഞ കുറെ അടികൾ പറഞ്ഞല്ലോ, അതില് ബോറടി മാത്രം എന്തായാലും ബാക്കി എല്ലാ അടിയും ഈ പടത്തിലുണ്ട്. അത് കൊള്ളാം. തീർച്ചയായിട്ടും ഇത് കാണുന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. പ്രത്യേകിച്ചും ഭരതനാട്യത്തിന്റെ ഫാൻസ് ഒരുപാട് പേരുണ്ട്. ഓക്കെ. പിന്നെ ഇതില് സുരാജും സൈജു, വിനയ് ഫോർട്ട്, ജഗദീഷ് ചേട്ടൻ ഇവരൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലേ? അവരൊക്കെ ന്യൂ എൻട്രി ആണ്. അതായത് ഇതില് പുതുതായിട്ട് വന്നതാണ്. ഓ, ഭരതനാട്യത്തിൽ ഉണ്ടായിരുന്നില്ല. ഷൈജു ചേട്ടൻ അതിലുണ്ട് അല്ലേ? സൈജു. എന്താണ് ഈ മോഹിനിയാട്ടത്തിന്റെ ഒരു സ്ട്രോങ് പോയിന്റ്? എന്താണ് ഒരു എടുത്തു പറയാൻ? ആട്ടം അല്ലല്ല, ആരാണ് മോഹിനി? ഭരതനാട്യം എന്ന് പറഞ്ഞപ്പോ എല്ലാരും വിചാരിച്ചു ഇങ്ങനെ ഭരതനാട്യം സിനിമയാണെന്നുള്ളത്. ഐ മീൻ